നിനക്കൊക്കെ ഇത് ഇവിടെ ഇരുന്ന് കണ്ടു നിൽക്കാനേ പറ്റൂ. വാ, നമുക്ക് പോവാം. തന്റെ ടിക്കറ്റ് കീറിക്കളഞ്ഞു എന്ന് തിരിച്ചറിഞ്ഞതും അർജുന്റെ ഭാവം മാറി. അർജുൻ തന്റെ മുഖമുയർത്തി. അതുവരെയില്ലാത്ത ഒരാത്മബലത്തോടെ രാകേഷ് വർമ്മയുടെ ബോഡി ഗാർഡുകളെ അർജുൻ കുടഞ്ഞെറിഞ്ഞു. How dare you? നീ ഇപ്പം എന്താ ചെയ്തതെന്ന് നിനക്കറിയോ? ഒരു എയർലൈൻസിൻ്റെ മുതലാളിയാണെന്നത് മറ്റുള്ളവരുടെ മെക്കിട്ട് കയറാനുള്ള ലൈസൻസ് ആണെന്ന് നീ കരുതിയോ? 10 മിനിറ്റ്, അടുത്ത 10 മിനിറ്റിനുള്ളിൽ നീ ഈ ചെയ്തതിനെ നീ അനുഭവിക്കാൻ പോവാ. മനസ്സിലായോ നിനക്ക്? അടുത്ത 10 മിനിറ്റിനുള്ളിൽ ഞാൻ അനുഭവിക്കുമെന്ന് ഭയങ്കര ആത്മവിശ്വാസമാണല്ലോ നിനക്ക്. ഓക്കെ, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. നീ എന്താണ് 10 മിനിറ്റിനുള്ളിൽ ചെയ്യാൻ പോകുന്നത് നോക്കട്ടെ. ഓടാ. നിന്നെ പോലെ എത്ര എണ്ണത്തിനെ കണ്ടതറിഞ്ഞ. ഹലോ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. മാസ്റ്റർ അർജുനാണ് സംസാരിക്കുന്നത്. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പ്രൈം എയർലൈൻസിന്റെ സേവനം താൽക്കാലികമായി റദ്ദ് ചെയ്യപ്പെട്ട വിവരം നിങ്ങളെ ഏവരെയും വ്യസന സമേതം അറിയിക്കുന്നു. ഇതിനെ തുടർന്ന് യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു. മിസ്റ്റർ, അതോറിറ്റി, ഞാൻ അനുവാദം കൊടുക്കാതെ, എന്നെ മുൻകൂട്ടി അറിയിക്കാതെ എങ്ങനെ ഈ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റും? സർ, ഞങ്ങൾക്ക് മുകളിൽ നിന്നും ഓർഡർ വന്നുകൊണ്ട് ഓർഡർ സാറിന് ലൈസൻസ് ക്യാൻസൽ ചെയ്യണമെന്നാണ് ആ ഓർഡർ. പ്രൈം എയർലൈൻസിന് ഇനി മുതൽ ലൈസൻസ് ഇല്ല എന്നാണ് മുകളിൽ നിന്ന് ലഭിച്ച ഓർഡർ. കൂടുതൽ കാര്യങ്ങൾ എനിക്ക് മുകളിലുള്ളവർ സാറിനോട് സംസാരിക്കും. ഞാൻ പറഞ്ഞില്ലേ 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾ അനുഭവിക്കുമെന്ന്. നിന്റെ എയർലൈൻ തന്നെ ഇല്ലാതാക്കി, തന്നെ ഒന്നും അല്ലാതെയാക്കി. പക്ഷേ നീ ഒരു സാധാരണക്കാരനല്ലേ? എനിക്ക് എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? ഞാൻ കോടികളുടെ ആസ്തിയുള്ള ആളാണ്. എൻ്റെ കയ്യിൽ പവറുണ്ട്. അങ്ങനെ ഒരു എയർലൈൻ കമ്പനിയെ പെട്ടെന്ന് നിരോധിക്കണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ പ്രത്യേക ഓർഡർ അടക്കം വേണം. പക്ഷെ ഒരൊറ്റ കോൾ കൊണ്ട് നീ എങ്ങനെ? ഇപ്പം നിന്റെ എയർലൈൻ മാത്രമേ ബാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നീ നിന്റെ ഫ്രോഡ് പണി ചെയ്തുണ്ടാക്കിയ കള്ളപ്പണമില്ലേ സ്വിസ് ബാങ്കിൽ നിക്ഷേപിച്ചത്? എന്താ മറന്നുപോയോ? എന്നാ അത് നീ മറന്നേക്ക്. എനിക്ക് എമർജൻസി ആയിട്ട് പോവേണ്ടതുകൊണ്ട് ഇപ്പം ഇത്രയും മതി. നീ എൻ്റെ കൈയകലത്ത് തന്നെ കണ്ടാ ആ വിവരം അറിയും. സാറിന് US പോകേണ്ടത് വളരെ അത്യാവശ്യമാണെങ്കിൽ ഞാൻ സാറിനൊരു പ്രൈവറ്റ് ജെറ്റ് അറേഞ്ച് ചെയ്ത് തരാം. നമുക്കിപ്പോൾ തന്നെ പോവാം. പ്രൈവറ്റ് ജെറ്റ്? അപ്പോ അതിന്റെ അർത്ഥം ഇവനൊരു സാധാരണക്കാരനല്ല, ഇവൻ വളരെ പവർഫുൾ ആയ ആരോ ആണ്. ഒന്ന് നിൽക്ക്, നിന്റെ പേരെന്താണ്? നീ ആരാണ്? സോറി എന്നോട് ക്ഷമിക്കും സാർ. എനിക്ക് സാറിനെ മുൻപ് മനസ്സിലായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായും ഞാൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രൈവറ്റ് ജെറ്റ് അറേഞ്ച് ചെയ്ത് തന്നെ. പ്ലീസ് ഫോർഗീവ് മീ സാർ. പിന്നെ ഞാനിനി ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കില്ല. അത് നിന്റെ എയർലൈൻസ് പോലും ഇനി ഇല്ലല്ലോ, പിന്നെ എങ്ങനെ നിനക്ക് ഈ തെറ്റ് ആവർത്തിക്കാൻ പറ്റും? സാർ, ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. സർ, ബാഗ് പ്ലീസ്. നോ, ഇറ്റ്സ് ഓൾ റൈറ്റ്. സർ, പ്ലീസ് ഗിവ് മീ സർ. I'll keep it. താങ്ക് യു. പക്ഷെ അപ്പോഴായിരുന്നു അർജുന് US നിന്നും ഒരു കോൾ വന്നത്. ഹലോ അർജുൻ സാർ ഇപ്പോൾ US വരേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. വലിയ മുതലാളി ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ മുതലാളിയും കൊണ്ട് ഇന്ത്യയിലേക്ക് വരാം. താങ്ക് ഗോഡ്. ഞാൻ ആകെ പേടിച്ചു പോയിരുന്നു. കാര്യങ്ങൾ അപ്പോൾ പിന്നെ അറിയിക്കണം കേട്ടോ. ഓക്കെ സാർ. ടെൻഷൻ ഒഴിഞ്ഞ ആശ്വാസത്തിൽ അർജുൻ ഉടനെ തന്നെ തന്റെ ഭാര്യയുടെ വീടായ നരംഗ് മാൻഷനിലെത്തി.
അർജുൻ അവിടെ സ്ഥിരമായി ചെയ്യുന്ന പോലെ ചുറ്റും നടക്കുന്ന മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ തന്റെ ഭാര്യയ്ക്ക് ഭക്ഷണവും കൊണ്ട് അവളുടെ ഓഫീസിലേക്ക് പോയി. ഗുഡ് മോർണിംഗ് ഉമ്മ മാഡം. ഇന്ന് നിങ്ങളെ കാണാൻ വളരെ ഭംഗിയുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് മാഡം. എന്തു പറ്റി? എന്തെല്ലാവരും ടെൻഷനോടെ ഇരിക്കുന്നത്? നീ ഫുൾ ടൈം വീട്ടിലെ ജോലി ചെയ്തിരിക്കുന്ന അല്ലാതെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ? ന്യൂസ് ഒന്നും കാണുന്നില്ലേ? ഇത്രയും വലിയ ബിസിനസ് കുടുംബത്തിലെ മരുമകനായിട്ടും നീ ബിസിനസിനെ പറ്റി ഒന്നും ശ്രദ്ധിക്കാറില്ലേ? എന്താ സംഭവിച്ചത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ദാ നോക്ക്, ഋഷി പ്രയാഗയുടെ ബിസിനസ് പാർട്ണറാണ്. ഋഷിക്ക് പ്രയാഗയെ കല്യാണം കഴിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും പ്രയാഗയുടെ മുത്തശ്ശൻ മരിക്കുന്നതിന് മുൻപായി റോഡരികിൽ കച്ചവടം ചെയ്യുന്ന സാധാരണക്കാരനായ അർജുനെ കൊണ്ട് പെട്ടെന്ന് തന്നെ അവളെ വിവാഹം കഴിപ്പിക്കുകയായിരുന്നു. അവൻ വെറുമൊരു തട്ടുകട നടത്തുന്ന ഒരു സാധാരണക്കാരനായിരുന്നു. അതിനുശേഷം പ്രയാഗയുടെ അച്ഛൻ മഹാദേവൻ ആ കമ്പനി ഏറ്റെടുക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾക്ക് കമ്പനിയെ നല്ല രീതിയിൽ നോക്കി നടത്താൻ കഴിഞ്ഞില്ല. കമ്പനി കനത്ത നഷ്ടത്തിലേക്ക് വീണത് മഹാദേവനെ ആകെ തളർത്തി. അയാൾ രോഗശയ്യയിലായി. അതുകൊണ്ട് തന്നെ പ്രയാഗയ്ക്ക് ചെറുപ്രായത്തിലെ തന്നെ ബിസിനസ് ഏറ്റെടുക്കേണ്ടി വന്നു. ഇതേസമയം ഋഷി തന്റെ അച്ഛന്റെ സുഹൃത്തായ ശേഖരൻ അങ്കിളിനെ കൊണ്ട് നഷ്ടത്തിലായ കമ്പനിയെ സഹായിക്കാനുള്ള റിക്വസ്റ്റ് നടത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എന്നാൽ സർക്കാരിൽ നിന്നുള്ള ടെൻഡർ ലഭിക്കാത്തതുകൊണ്ട് കമ്പനി തകരുന്നു എന്ന വാർത്ത പരന്നപ്പോൾ അയാളും ആ ഉദ്യമത്തിൽ നിന്നും പിന്മാറി. പ്രയാഗ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. അവൾക്ക് ഏത് വിധേനയും ഈ കമ്പനിയെ രക്ഷിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. ടെൻഡർ നമുക്ക് കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മുടെ മിക്ക ഇൻവെസ്റ്റേഴ്സും പിന്മാറി. മാഡി ബാലൻസ് ഷീറ്റ് നോക്ക്, ഇതിലൊന്നുമില്ല. അവർക്കിനി ഒരിക്കലും നമ്മുടെ മുകളിൽ വിശ്വാസം ഉണ്ടാവില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ കമ്പനി ഉടനെ തന്നെ അടച്ചുപൂട്ടേണ്ടി വരും. ഇല്ല, ഒരിക്കലുമില്ല. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഞാൻ അതിനൊരിക്കലും അനുവദിക്കില്ല. ഈ കമ്പനി ഇത് വെറും കമ്പനിയല്ല. എന്റെ മുത്തശ്ശൻ അദ്ദേഹത്തിന്റെ രക്തവും വിയർപ്പും കൊടുത്ത് കെട്ടിപ്പടുത്തതാ നാരൻ ഗ്രൂപ്പ്. മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, വിദേശത്തും നമുക്കൊരു പേരും പെരുമയുണ്ട്. ഇതെന്റെ മുത്തശ്ശന്റെ സ്വപ്നമായിരുന്നു. ചെറിയൊരു തെറ്റിന്റെ പേരിൽ ഈ കമ്പനി അടച്ചുപൂട്ടാൻ, എന്റെ മുത്തശ്ശന്റെ സ്വപ്നം തകർക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. വി ഹാവ് ടു ഡു സംതിങ്. എനിക്ക് ഈ കമ്പനി നഷ്ടപ്പെടുത്താൻ കഴിയില്ല. എനിക്ക് വേറെ മാർഗമില്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യും പ്ലീസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവില്ലേ? നരൻ ഗ്രൂപ്പിന് മുൻപ് ടെൻഡർ കിട്ടാത്തതിൽ ഋഷിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കാൻ പോക്കറ്റ് FM-ൽ തുടർന്ന് കാണുക ഉദ്വേഗജനകവും രോമാഞ്ചഭരിതവുമായ ഓഡിയോ സീരീസ്. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.